ഹലോ, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നതേ നമ്മൾ പുതിയൊരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുക. മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില കേട്ടോ. എന്താ കറിയെന്നും എങ്ങനെ ഉണ്ടാക്കിയെന്നും നമുക്കൊന്ന് നോക്കാം. ഈ കുക്കറിനകത്ത് ഇതിനൊരു പാത്രം കടല ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം നമുക്ക് വെളിച്ചെണ്ണ ചൂടായി അതിനകത്തോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, സവാള വലിയൊരു സവാള അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനായിട്ട് 1 സ്പൂൺ പച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും മൂട്ടം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ച തേങ്ങ ഇട്ട് കൊടുക്കുക, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് അരച്ചിട്ട് തവയിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. വേവിച്ച് വെച്ചേക്കുന്ന കടലയ്ക്കകത്തോട്ട് ഇത് കോളിഫ്ലവർ ഇച്ചിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കും. അതിട്ട് കൊടുക്കുക. ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരപ്പിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അരപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയായിട്ട് ഇളക്കിയിട്ട് അരച്ച് ഒന്നുകൂടെ വേവിച്ച പച്ചക്കരച്ച കോളിഫ്ലവർ കടലക്കറി ഈ പാത്രത്തിലോട്ട് നമുക്കൊന്ന് വിളമ്പാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. തേങ്ങ പച്ചക്ക് അരച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പച്ച തേങ്ങ അരച്ച കോളിഫ്ലവർ കടലക്കറി റെഡി. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.